പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ രാത്രിയിൽ പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ ഈ പുതിയ മാസത്തിൻ്റെ ആരംഭദിനങ്ങൾ, മൂന്നാമത്തെ രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് മന്ത് ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കാലഘട്ടങ്ങളെ വിവേചിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയുടെ യാഥാർത്ഥമായിരിക്കുന്ന അവസ്ഥകളെയും അതിൻ്റേതായിരിക്കുന്ന പ്രയോജനങ്ങളെയൊക്കെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് അയവറക്കാൻ, ഈ വിഷയങ്ങളൊക്കെ പ്രാർത്ഥന വിഷയ സംബന്ധമായൊക്കെ നമ്മൾ കൂടുതൽ മുമ്പൊക്കെ ഇതിന് ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിനെയൊക്കെ ഒന്നുകൂടി അയവറക്കി ആ പ്രാധാന്യത്തെ ഒന്നുകൂടി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് സന്നിവേശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ശുശ്രൂഷയുടെ ക്രമീകരണം ഈ മാസം ചെയ്തിരിക്കുന്നത്. അനുഗ്രഹീതമായ നിലയിൽ ശുശ്രൂഷകൾ ലീഡ് ചെയ്തു വരുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബിജു ജോൺ പാസ്റ്റർക്കായി, ജെയിംസ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ പ്രാധാന്യം യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളെ ബോധ്യമാക്കി തന്ന ആ സമയത്തിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മളെ ബോധ്യമാക്കി തന്ന പ്രിയ പ്രിൻസ്റ്റാനി ഓർത്ത് സ്തോത്രം. മനോഹരമായ ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന കർത്തദാസന്മാർക്കായി, സഹോദരന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ആയിരുന്നു കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ടൈം സോണുകളിലൊക്കെ ഇരുന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന അനുഗ്രഹീതമായ ദൈവമക്കളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥന എന്ന വിഷയത്തെ സംബന്ധിക്കുമ്പോൾ ഈ മാസത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു തീം ആയി തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം, കഴിഞ്ഞ ദിവസം കർത്താസമർ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണ്. ആ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്ര വേണം. അപ്പോൾ നോക്കിയേ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാറ്റിനും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, അത് പ്രാർത്ഥനയാണ്. അപ്പോൾ എല്ലാ വിചാരങ്ങളും എല്ലാ ആകുലതകളും മനുഷ്യത്വ സഹജമായിരിക്കുന്ന കാര്യങ്ങളാണ്. വിചാരപ്പെടുക, ആകുലപ്പെടുക എന്നൊക്കെ നമ്മൾ എത്ര വചനം പഠിച്ചാലും എത്ര ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുള്ളവരാണെങ്കിലും ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ആകുലപ്പെട്ടു പോകും, വിചാരപ്പെട്ടു പോകും. അവിടെയും നമ്മൾ അധികം പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം ജീവിതത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതൊരു വലിയ ഗൗരവമേറിയൊരു വിഷയം തന്നെയാണ്. പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമ്മൾ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു കാര്യസാധ്യം, ദൈവത്തെ കൊണ്ടൊരു കാര്യം സാധിപ്പിച്ചെടുക്കുക എന്ന ഒരു കേവല ഉപാധിയായി മാത്രം പ്രാർത്ഥനയെ തരം താഴ്ത്തി കളയുന്നതും വലിയൊരു അപകടകരമായ സ്ഥിതിയാണെന്നുള്ളത് മനസ്സിലാക്കണം. പ്രാർത്ഥനയിൽ കൂടി 2 കാര്യമാണ് സംഭവിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റമുണ്ടാകണം. എങ്ങനെയാണ് ആ മാറ്റമുണ്ടാകുന്നത്? പ്രാർത്ഥനയുടെ സമയം നമ്മൾ വർദ്ധിപ്പിക്കുകയും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കും. ദൈവബന്ധം നമുക്ക് ദൃഢപ്പെടാൻ ഇടയായിത്തീരും. അതുമാത്രമല്ല, ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുന്നതനുസരിച്ച് നമ്മളിൽ മറ്റുള്ള പല സ്വഭാവങ്ങൾ, നമ്മുടെ പഴയ മനുഷ്യനായിരിക്കുന്ന ആദാമ്യ പ്രകൃതങ്ങൾ പലതും അത് ആ ദൈവത്തോടടുക്കുമ്പോൾ അത് ഉരുകിപ്പോകുകയും ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മളെ കൂട്ടാളികളായി കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. അതിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു ഉപാധിയാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങളും ആ കൂടെ തന്നെ നടക്കപ്പെടും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം എന്തോ ഒരു മതാചാരത്തിൻ്റെ ഭാഗമായി കേവലം ഒരു കർമ്മം ചെയ്തു കൂട്ടുന്നത് പോലെ, എന്തോ ഒരു ഉത്തരവാദിത്തം ചെയ്തില്ലെങ്കിൽ എന്തോ നഷ്ടം വന്നു എന്നുള്ള ഒരു നിസ്സാര ലാഘവ ഭാവത്തോടെ പ്രാർത്ഥനയെ കാണുന്നോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പ്രാർത്ഥന കേവലം ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗം. ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയാണെങ്കിലും നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥനകളാണെങ്കിലും, പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് വളരെ സമയങ്ങൾ കുറഞ്ഞു പോയിരിക്കുന്നു. പലരുമായിട്ട് വ്യക്തിപരമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലരും പാസ്റ്ററെ പണ്ടൊക്കെ 3 മണിക്ക് എഴുന്നേക്കുമായിരുന്നു, എന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, 5 മണി വരെ 6 മണി വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് സമയം പോയത് അറിഞ്ഞില്ല എന്നൊക്കെ ഈ അടുത്ത കാലങ്ങളിൽ വ്യക്തിപരമായി സംസാരിക്കുന്ന പലരിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തോ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ പ്രാധാന്യം കുറഞ്ഞു പോയിരിക്കുന്നു. ഈ പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. കാരണം അത് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മളെ ആ കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങൾ, സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. പല വിധത്തിലാണ് ആ തന്ത്രങ്ങൾ. കാരണം പ്രസംഗിക്കുന്നവനൊന്നും പിശാചിന് വലിയ പേടിയില്ല.
പക്ഷെ പ്രാർത്ഥിക്കുന്നവന് പിശാചിന് ഭയമാണെന്ന് നൂറ്റാണ്ടുകളായിട്ട് പ്രസംഗവേദിയിൽ ദൈവദാസന്മാരൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ്. സത്യമാണ് ഒരു പരിധിവരെ എന്ന് ഞാനത് വിശ്വസിക്കുന്നു. കാരണം പ്രാർത്ഥിക്കുന്നവൻ എന്ന് പറയുന്നത് രഹസ്യമായ മണ്ഡലങ്ങളിലിരുന്ന് പിശാചിൻ്റെ പണിപ്പുരകളുടെ അടിത്തറ തോണ്ടുന്ന പരിപാടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക്, ജീവിതങ്ങൾക്കൊക്കെ എതിരായി ഉണ്ടാക്കുന്ന തന്ത്രങ്ങളും വഞ്ചനകളും അതുപോലെയുള്ള പല പദ്ധതികളെയും അത് ദൂരവേ തന്നെ അതിനെ തടുത്ത് കളയാൻ, അതിനെ ഇല്ലാതാക്കി കളയാൻ, അതിനെ നിർവീര്യമാക്കി കളയാൻ പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യന് കഴിയുമെന്നുള്ളത് ഒരുപാട് സംഭവങ്ങളിൽ കൂടി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ആ പ്രാധാന്യം എന്ത് ചെയ്യുന്നു, ഈ കാലഘട്ടങ്ങളിൽ കുറഞ്ഞു പോവുകയാണ്. സ്തോത്രം. ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ടെക്സ്റ്റൈൽസിൽ നടന്ന ഒരു മോഷണം എന്ന് പറഞ്ഞാൽ ഒരു ചതിയുടെ സംഭവം പുസ്തകത്തിൽ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു. ആ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന രണ്ട് തൊഴിലാളികൾ ചെയ്തൊരു പരിപാടിയാണ്. അവർ ചെയ്തത് ഈ ഓരോ വസ്ത്രങ്ങളിലും പ്രൈസ് ടാഗ് ഉണ്ടാകുമല്ലോ, അവരുടെ വില വിവരങ്ങൾ എഴുതി വെച്ചിരിക്കും. ഇപ്പോൾ ഒരു സാരി 15,000 രൂപ, ഷർട്ട് 3,500 രൂപ, പാൻറ്റ് 2,800 രൂപ, അങ്ങനെയൊക്കെ ഓരോന്നിനും വിലയുണ്ടാവും. അപ്പോൾ ഇവർ വളരെ തന്ത്രപരമായിട്ട് ഈ വിലയെല്ലാം പൊളിച്ചു മാറ്റിയിട്ട് 15,000 രൂപയുടെ സാരി ഒരു 0 വെട്ടിക്കളഞ്ഞു. വെട്ടിയല്ല, അവരതിന് പ്രത്യേക ടാഗ് ഉണ്ടാക്കിയിട്ട് 15,000 എന്നുള്ളത് 1,500 ആക്കി. അതുപോലെ തന്നെ ഈ 3,500-ൻ്റേത് 350 ആക്കി. അങ്ങനെ വില കുറച്ച് കളഞ്ഞു. എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം അവരുടെ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനിൽ അവർ കൂട്ടമായിട്ട് വസ്ത്രമെടുക്കാൻ വരികയാണ്. അപ്പോൾ അവർ ഇതിന് ചെയ്തൊരു തന്ത്രമാണ്. അപ്പം ഞാനത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്, ഈ പിശാചും ഇത് ഭയങ്കര നിറശാലിയാണ്. ഇതിൻ്റെ ഒരു 0 അങ്ങ് വെട്ടിക്കളയും, നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ല. പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് കണക്കെടുപ്പ് വന്നപ്പോഴാണ്, എത്രയോ മാസങ്ങൾ കഴിഞ്ഞ് ഇതിൻ്റെ ഓഡിറ്റിംഗ് സംവിധാനങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയുള്ള ചതികൾ നടന്നിട്ടുണ്ടെന്ന്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥന കൂടാതെ നമുക്ക് ഈ ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല, നമുക്ക് ദൈവബന്ധം പുലർത്താൻ കഴിയത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ആ പ്രാധാന്യത്തെ ഒരു 0 വെട്ടിക്കളയുന്നു. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ സംഭവിക്കുന്നത് ആ ഒരു അശ്രദ്ധ കൊണ്ട്, ആ ഒരു കാരണം കൊണ്ട് സംഭവിക്കുന്നത് ചിലപ്പോൾ കനത്ത നഷ്ടമായിരിക്കും, വലിയ അപകടമായിരിക്കും, വലിയ നികത്താൻ പറ്റാത്ത വലിയ നഷ്ടങ്ങളിലേക്കായിരിക്കും ആ ചെറിയ സംഭവങ്ങൾ കൊണ്ടെത്തിക്കുക. നമുക്കറിയാം, മുൻകാലങ്ങളെ അപേക്ഷിച്ച്, പിതാക്കന്മാരുടെ കാലങ്ങളെ അപേക്ഷിച്ച് ഓരോ ക്രിസ്തീയ പ്രോഗ്രാമുകൾക്ക്, ശുശ്രൂഷകൾക്ക് ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാണ്. അറിയാമല്ലോ, ഇപ്പം ഈ കൺവെൻഷൻ പോലെ ഇവൻ്റ് മാനേജ്മെൻറ്റൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ അവർക്കൊന്നും എതിരൊന്നുമല്ല, ചെയ്യട്ടെ. പക്ഷേ സംഭവം എല്ലാം പാളിപ്പോവുകയാണ്. ഈ പറയുന്ന പോലെ റിസൾട്ടൊന്നും ഉണ്ടാകുന്നില്ല. പിതാക്കന്മാരുടെ കാലത്ത് അവർക്ക് വല്ല ഇവൻ്റ് മാനേജ്മെൻ്റ് ഒന്നുമില്ല, അവർ തന്നെയായിരുന്നു എല്ലാത്തിൻ്റെയും മാനേജ്മെൻറ്റ്. പക്ഷേ സംഭവങ്ങളുടെ പുറത്ത് ഭയങ്കരമായിരിക്കുന്ന ദൈവപ്രവൃത്തികൾ നടന്നിരുന്നു. ഇന്ന് പ്രോഗ്രാമുകൾ ഭയങ്കര ഷെഡ്യൂൾ അനുസരിച്ചുള്ള, ടൈം ടേബിൾ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര കെട്ടിലും മട്ടിലും ലൈറ്റും വെട്ടവും വിളക്കും ശബ്ദത്തിൻ്റെ കോലാഹലങ്ങളും ഭയങ്കര പ്രസരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ആത്യന്തികമായി നമ്മൾ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ ലക്ഷങ്ങളുടെ ചെലവ് ചെയ്തിട്ടും ഒരാൾക്ക് പോലും മാനസാന്തരം ഉണ്ടായില്ല. ഈ സംഘാടകർക്ക് പോലും സത്യത്തിൽ മാനസാന്തരം ഉണ്ടായില്ല. നമ്മൾ ആർക്കും ഒരു മാറ്റം ഉണ്ടായില്ല, ഒരു രൂപാന്തരം ഉണ്ടായില്ല. ഒരു കുഞ്ഞു പോലും രക്ഷിക്കപ്പെട്ടില്ല, ഒരാൾ പോലും മടങ്ങി വന്നില്ല, ഒരു പിന്മാറ്റക്കാരനെ പോലും തിരിച്ചു കൊണ്ടുപോകാൻ വന്നില്ല. എവിടെയാണ് ഇതിനൊക്കെ വാസ്തവത്തിൽ പരാജയങ്ങൾ സംഭവിച്ചത്? ദൈവം പടി നിർത്തിയതാണോ? അല്ല. ദൈവത്തിന് ഇന്നും തൻ്റെ പദ്ധതികൾക്ക് ഭയങ്കര ആവലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എന്താ സംഭവിച്ചത്? നമ്മളെല്ലാം പ്രഹസനങ്ങൾക്ക് വേണ്ടി, അവരത് ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിനേക്കാൾ ഒന്ന് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെയായെന്നുള്ള ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ ഇതിനകത്ത് കാതലായ വലിയ റിസൾട്ട് ഉണ്ടാകണമെന്നൊന്നും ആർക്കും വലിയ താല്പര്യമില്ലെന്ന് തോന്നിപ്പോകുന്നു. തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കുക. പക്ഷേ ഇതുകൊണ്ട് അതിനകത്ത് ആർക്കാ പ്രയോജനം? പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് ദൈവപ്രവൃത്തിയെ സാധ്യമാക്കിയെടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മളെ ബോധ്യമാക്കി തന്നയാൾ യേശുക്രിസ്തു തന്നെയാണ്. കർത്താവിൻ്റെ ദാസൻ ക്രിസ്തുവാസ് ആ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മളെ വളരെ ഗൗരവമായി തന്നെ ആ വാക്കുകളിൽ കൂടി നമ്മളെ ബോധ്യമാക്കി തന്നത്. അപ്പോൾ കർത്താവിൻ്റെ ജീവിതം, ആ പ്രാർത്ഥനയുടെ സമയം,
അല്ലെങ്കിൽ കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊടുത്ത പ്രാധാന്യം, ഗൗരവമൊക്കെ വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നു. ഒന്ന് രണ്ട് ഭാഗങ്ങൾ അതിനെ ചിന്തിച്ച് അതിനോടനുബന്ധമായി പ്രാർത്ഥനയിൽ കൂടി ഉണ്ടായ ചില റിസൾട്ടുകളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ സമയത്തിൻ്റെ ദൈർഘ്യത്തെക്കാൾ അപ്പുറം നമുക്ക് പ്രാർത്ഥനയുടെ ഗൗരവം മനസ്സിലാക്കി ആത്മാർത്ഥമായി നമ്മൾ വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ അനുഭവം, ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സംഭവങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിച്ചുവിടാനായിട്ട് കഴിയുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിനൊരു മലയിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ആ കാലത്ത് യേശു പ്രാർത്ഥിക്കേണ്ടതിന് മലയിൽ കയറി ഒരു രാത്രി മുഴുവൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിച്ചു. നമ്മൾ അവിടെ പറയുന്ന ആ കാലത്ത് എന്താണ് അങ്ങനെ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തെ അവിടെ പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കാനുണ്ടായതിൻ്റെ കാരണം എന്താണ്? ആ കാലത്തിൻ്റെ പ്രത്യേകത. ആ കാലം എന്ന് പറഞ്ഞാൽ എല്ലാ കാലം പോലെ ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി വന്നു, ഫെബ്രുവരിയും പോയി, മാർച്ചിലേക്ക് വന്നു എന്നതുപോലെ ഇങ്ങനെ കൊഴിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണോ? അല്ല. യേശുവിൻ്റെ ജീവിതവുമായി കർത്താവിൻ്റെ ശുശ്രൂഷാപരമായ ദൗത്യത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള കർത്താവിൻ്റെ ആ പ്രയാണവുമായി ഒക്കെ ആ കാലത്തിനൊരു ബന്ധമുണ്ട് എന്ന് എനിക്ക് ആ ഭാഗം ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ബോധ്യമായി. പ്രിയമുള്ളവർ, എന്താണ് ആ കാലത്തിൻ്റെ പ്രത്യേകത? നിങ്ങൾ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിക്കേ. 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആ കാലത്തിൻ്റെ പ്രത്യേകത നമുക്ക് പിടികിട്ടും. ഓക്കെ, അവരെല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ആ കാലത്ത് ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷമാണ് അതൊക്കെ തരംതിരിക്കുകയും പഠന സൗകര്യാർത്ഥം പഠിക്കേണ്ടതിന് വേണ്ടി ഒക്കെ വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതിങ്ങനെ ലൂക്കോസ് എഴുതി വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വരികയാണ്. അപ്പോൾ അതിൻ്റെ സംഭവം നമുക്കതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തുക, പിശാച് വളരെ തന്ത്രപരമായി അതിൻ്റെ പുറകിൽ നിന്ന് അണിയറയിൽ വളരെ ശക്തമായ നിലയിൽ പ്രവർത്തനങ്ങൾ ഒരുക്കുകയാണ്. എന്താണ്? ക്രൂശിലേക്ക് യേശുവിനെ എത്തിക്കാതിരിക്കുക, ക്രൂശിൽ കൂടി മാനവർഗത്തിൻ്റെ വിമോചനത്തിന് വേണ്ടിയുള്ള ആ ദൗത്യത്തിൽ നിന്ന് യേശുവിനെ ഏതെങ്കിലും വിധത്തിൽ അവിടെ എത്തുന്നതിന് മുമ്പേ അപായപ്പെടുത്തുക, അതിന് ഏതെല്ലാം വഴിയിൽ കൂടി കെണി ഒരുക്കാമോ ആ കെണികളെല്ലാം ഒരുക്കി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. 7-ാമത്തെ വാക്യമൊക്കെ വായിച്ചു നോക്കിയേ. ശാസ്ത്രിമാരും പരീശന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. യേശു പള്ളിയിൽ വന്നപ്പോൾ പള്ളിയിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പരീശന്മാരെ സംബന്ധിച്ച്, യുവമാരെയൊക്കെ സംബന്ധിച്ച് അതൊന്നും അല്ല വിഷയം. കർത്താവ് അവിടെ വന്നപ്പോൾ യേശുവിനെ കുറ്റം ചുമത്തുവാൻ അവൻ എന്ത് ചെയ്യാൻ പോകുന്നു? എന്താണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ ആ സിറ്റുവേഷനൊന്നും മനസ്സിലാക്കണം. ഒരു പറ്റം ജനം ഏതെങ്കിലും വിധത്തിൽ യേശുവിനെ കുറ്റം വിധിക്കേണ്ടതിന് വേണ്ടി സദാ ചുറ്റും കൂടിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ട ആ കാലത്ത് കർത്താവ് എന്തു ചെയ്തു? കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധികം സമയം ചെലവഴിച്ചു. ഞാനിന്ന് രാത്രി, പ്രിയമുള്ളവരെ, ചില കാലഘട്ടങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വരും. എല്ലായ്പ്പോഴും എല്ലാം സുഖമായി പോകണമെന്നില്ല. സുഖമായി പോകുന്ന കാലഘട്ടങ്ങളുണ്ട്, സുഖമായും ശുഭമായും ഒക്കെ ഇരിക്കുന്ന സമയങ്ങളുണ്ട്. അപ്രതീക്ഷിതമായിരിക്കും പല കാര്യങ്ങളും തകിടം മറിയുന്നത്, അപ്രതീക്ഷിതമായിട്ടായിരിക്കാം പല കാര്യങ്ങളും താളം തെറ്റുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനൊക്കെയുള്ള പരിഹാരമായി ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവപാദപീഠത്തിലേക്ക് കയറുക. ആ സമയത്ത് മറ്റൊന്നിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ സകലത്തിനും പരിഹാരം ദൈവസന്നിധിയിൽ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ, സകലത്തിനും മറുപടി ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ, ഏതൊരു കുതന്ത്രങ്ങളെയും പൊളിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നിൽ വ്യാപരിക്കുന്നത്, അഥവാ എൻ്റെ ദൈവം അതിന് പ്രാപ്തനാണെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥനാ മുറിയിൽ കയറാൻ നമ്മൾ തയ്യാറായാൽ,
ഞാൻ ഈ രാത്രിയിൽ ആത്മാവിൻ്റെ നിയോഗത്തോടെ തന്നെ പറയാം, ചില വിഷയങ്ങൾക്കകത്ത് നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയും. ചില പ്രതിസന്ധിക്കകത്ത് നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയും. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ഏറ്റവും നല്ല വിദഗ്ധനായിരിക്കുന്ന സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. അത് ഏറ്റവും വിദഗ്ധമായിരിക്കുന്ന മറ്റാരുടെയും അടുക്കലേക്കല്ല പോകേണ്ടത്. മുമ്പേ കർത്തദാസന്മാർ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്തപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന സമയത്ത് പറഞ്ഞില്ലേ, പദവി പരിധി വ്യത്യാസമില്ലാതെയാണ് മനുഷ്യൻ ആത്മഹത്യയിലേക്ക് എടുത്തിയാടുന്നത്. എത്രയോ വർഷത്തെ അധ്വാനമാണ് ഒരു ഡോക്ടറായി മാറുക എന്നൊക്കെ പറയുന്നത്. എത്രയോ മുതൽ മുടക്കുള്ള പണിയാണ് അതാണ്, അല്ലെങ്കിൽ ഒരു ദൗത്യമാണ്. ഇത്രയും മുതൽ മുടക്കി, ഇത്രയും കഷ്ടപ്പെട്ട് രാപകൽ അധ്വാനിച്ച് പഠിച്ച് പുറത്തു വന്നൊരു മനുഷ്യൻ നിസ്സാരമായൊരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ മരണത്തിലേക്ക് സ്വയം എടുത്തു ചാടി. അതുപോലെ തന്നെ രണ്ട് അനുഗ്രഹിക്കപ്പെടും നല്ല പെൺകുഞ്ഞുങ്ങളുമായിട്ട് ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ജീവിത പ്രതിസന്ധികൾക്കകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ചില സാഹചര്യങ്ങളെ, സംഭവങ്ങളെ തരണം ചെയ്യാൻ പറ്റുന്നില്ല. ചില പ്രതിസന്ധികളുടെ മുമ്പിൽ വണ്ടി ഇടിച്ചു നിൽക്കുന്നത് പോലെ ഇടിച്ചു നിന്നു പോകുക. ഇനി എങ്ങോട്ട്, ഇനി എന്ത് എന്നുള്ള ആശങ്കാകരമായിരിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ മനുഷ്യനെ വല്ലാതെ അലട്ടുകയാണ്. ഒരിടത്തും പണ്ടൊക്കെ പറയുന്ന പോലെ കൊട്ടാരം മുതൽ കുടിൽ വരെ ഒരു തരത്തിലും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമാണോ? അക്രമങ്ങൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ പേപ്പറിലൊക്കെ, ഇന്നത്തെ പത്രത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ മുഴുവനും രാസലഹരിയോ പിന്നെ ഇതിൻ്റെ ഓരോന്നിനെക്കുറിച്ചൊക്കെ ഇപ്പം ഓരോരുത്തർ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുക. അഭിപ്രായ സർവേ നടത്തുകയാണ്. എന്താ ചെയ്യേണ്ടത്? അവരവരെ അഭിപ്രായം പറ, ഇനി എന്താ വേണ്ടത് ഇതിനകത്ത്. ഇതൊക്കെ സംഭവങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആത്യന്തികമായി പരിഹാരങ്ങളിലേക്ക് പലതും എത്തുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെയൊക്കെ ഈ വിദ്യാഭ്യാസ കാലങ്ങൾ, പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് അന്നത്തെ റാഗിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ചീത്തപ്പേര് വിളിച്ച് കളിയാക്കുമോ? എന്നെയൊക്കെ ഏറ്റവും കൂടുതൽ വിളിച്ച് സൂത്രക്കാരൻ എന്നൊക്കെ വിളിച്ചുള്ളൂ. ഈ ഞാൻ പഠിച്ച കോളേജിൻ്റെ സ്കൂളിൻ്റെയൊക്കെ ഫണ്ടിൽ കൂടെയൊക്കെ ആയി ആരാധനയ്ക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ബൈബിളൊക്കെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ കൂടെ പഠിക്കുന്നവരൊക്കെ അവിടെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെയാണ് അന്നത്തെ ഏറ്റവും വലിയ റാഗിങ് ആയി ഞാൻ കേട്ടിട്ടുള്ളൂ എൻ്റെ യൗവന പ്രായത്തിലൊക്കെ, ഈ സ്കൂൾ കാലഘട്ടങ്ങളിലും കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ. ഇന്ന് അങ്ങനെയാണോ? 15 വയസ്സുകാരൻ എന്തുവാ തലക്കിട്ട് എന്തോ സാധനം വെച്ച് അടിച്ചു, ഒരു സഹപാഠിയൊക്കെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഈച്ചയെ കൊല്ലുന്ന പോലും അത്രയും പോലും ലാഘവം ഇല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഒരിടത്തും ഒരുത്തനും സുരക്ഷിതമല്ല. 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 5 പേരെ, സ്വന്തം അമ്മ ഉൾപ്പെടെ, അമ്മ മരിച്ചിട്ടില്ല. എങ്ങനെ കഴിയുന്നു ഇത്? എനിക്ക് വായിച്ചിട്ട് തല മരച്ചു പോവുകയാണ്. കാരണം ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ കേവലം ഒരു സംഭവമായിട്ട് മാത്രം നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തിരുവെഴുത്ത് എഴുതിയിരിക്കുന്ന പോലെ ഇതിൻ്റെയൊക്കെ പുറകിൽ ഭയങ്കരമായിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ സംഭവങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ജനത്തെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്കുണ്ട്, 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടാനിരിക്കുന്നേയുള്ളൂ, എന്നാൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു. അത് മാറാത്തത് കൊണ്ടാണ് ഇതിൻ്റെ പൂർണ്ണ പ്രഭാവത്തോടെ വെളിപ്പെടാത്തത്. ഞാൻ ചിന്തിക്കുക, മർമ്മം വ്യാപരിക്കുന്നത് ഇത്ര ഭീകരമാണെങ്കിൽ, ഓരോ ദിവസവും വരുന്ന വാർത്തകൾ മനസാക്ഷിയുള്ള മനുഷ്യനെ മരവിപ്പിക്കുന്നതാണെങ്കിൽ, ഇതിൻ്റെ മൂർത്തിഭാവം വെളിപ്പെടുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കാൻ പോലും കഴിയത്തില്ല ഈ ലോകത്തിൻ്റെ വരാനിരിക്കുന്ന ഭാവിയിലെ സ്ഥിതി എന്ന് പറയും. ഇതൊരു ആത്മീക വിഷയമാണ്. ലോകത്തിന് ഒരുപക്ഷെ അത്രയും ആ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലായെന്ന് വരത്തില്ല. ലോകം ഇത് സ്വാഭാവിക സംഭവമായി ഓരോരോ സംഭവങ്ങൾ വരുന്നു, ബ്രേക്കിംഗ് ന്യൂസുകളായി മാറുന്നു. അതിനേക്കാൾ ഇച്ചിരിയുടെ നല്ല ന്യൂസ് അല്ലെങ്കിൽ ഇച്ചിരിയുടെ ഇതുപോലെയുള്ള ന്യൂസുകൾ വരുമ്പോൾ ഈ സംഭവത്തെ മറക്കുന്നു, അടുത്തതിനെ കയറി പിടിക്കുന്നു. ഇതിങ്ങനെ നമ്മൾ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഇതൊക്കെ കേവലം ഒരു സംഭവമായിട്ടോ വെറുമൊരു ബ്രേക്കിംഗ് ന്യൂസായിട്ടോ തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇതൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നൊരു വലിയ സംഭവത്തിൻ്റെ മുന്നോടിയായി ഈ ലോകത്ത് സാക്ഷ്യം വഹിക്കേണ്ടതാകുന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ദൈവമക്കൾക്ക് പ്രാർത്ഥന വളരെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറേ കൂടി പ്രാർത്ഥനയിൽ ഗൗരവമുള്ളവരായി മാറാം. നമ്മുടെ കുറേ പ്രോഗ്രാമുകൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിച്ചുരുക്കാം. കുറേ കാര്യങ്ങൾ വെട്ടിച്ചുരുക്കാം. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ ഭയങ്കരമായ വണ്ണം
ഉണ്ട്. അപ്പോൾ ഒരു ഡയറ്റീഷ്യനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഒരു ദിവസം എന്തെല്ലാം കഴിക്കും. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ അവരവിടെ ഇരുന്ന ഓരോ സാധനം, അപ്പോൾ രാവിലെ എന്ത് കഴിച്ചു, രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചു, മധുരം ഇടാത്ത, ഓക്കെ, നല്ല കാര്യം. അത് കഴിഞ്ഞ് പിന്നെ എന്ത് കഴിച്ചു, അങ്ങനെ ഓരോന്നോരോന്ന് കുടിച്ചു. ഇതെല്ലാം കൂടി കലോറി കൂട്ടി. ഇപ്പോൾ ഒരു ചിപ്സ് കഴിച്ചപ്പോൾ നമുക്കറിയത്തില്ല അതിൻ്റെ എത്ര കലോറി ഉണ്ടെന്ന്, എനിക്കും അറിയത്തില്ല. പക്ഷേ ഡയറ്റീഷ്യനും കൃത്യമായിട്ട് അതിൻ്റെ കലോറി എല്ലാം കൂട്ടി പറഞ്ഞിട്ട് പറഞ്ഞു 12,800 കലോറി വേണം. നിങ്ങൾക്ക് എന്നാ പണി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടിൽ ഇരുന്ന് TV കാണുന്നു, പത്രം വായിക്കുന്നു, പിന്നെ അത്യാവശ്യം വന്ന ചെടിയൊന്നും നനയ്ക്കാം, അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ആകെപ്പാടെ വേണ്ടത് 1,600 1,500 കലോറി മതി. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ കഴിച്ചത് 2,800, അപ്പോൾ ഇത്ര എക്സസ് ഉണ്ട്, ഇത് കുറച്ചാൽ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് പരിപാടികളിൽ വെറുതെ വ്യാപൃതരാകുകയാണ്. ഇതൊക്കെ ചുമ്മാ ഒന്ന് വെട്ടിക്കുറച്ചാൽ ഇതുകൊണ്ടൊന്നും അധികം വലിയ പ്രയോജനമില്ല, വെറുതെ സമയം തല്ലി കൊടുത്തുകയാണ് എന്നുള്ള ചിന്തയോടെ നമ്മൾ കുറേ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് വെട്ടിക്കുറയ്ക്കാം. ആ വെട്ടിക്കുറയ്ക്കുന്ന സമയം പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ വർദ്ധിപ്പിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു കുറേ കൂടി കാര്യങ്ങളിലേക്ക് സുതാര്യത വരാനിടയായിത്തീരും. കുറേ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരാനിടയായിത്തീരും. ഞാൻ പറഞ്ഞു വന്നത് പ്രാർത്ഥന ജീവിതത്തിനകത്ത് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മാസം നമ്മൾ അങ്ങനെ ഒരു വിഷയത്തിന് ഉള്ള പ്രാധാന്യം കൊടുക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു അതികാലത്ത് ഇരുട്ടോടെ യേശു എഴുന്നേറ്റു, പുറപ്പെട്ടു, നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. കണ്ടോ, അതിരാവിലെ എന്ന് പറയുമ്പോൾ പ്രത്യേകം എഴുതിയിരിക്കുക, ഇരുട്ടോടെ അല്ലേ. അതിരാവിലെ എന്ന് മാത്രം എഴുതിയെങ്കിൽ നമുക്കൊരു 6 മണി 7 മണി എന്നൊക്കെ അവിടെ എഴുതി ചേർക്കാമായിരുന്നു. പക്ഷേ ഇരുട്ടോടെ എന്ന് പറയുമ്പോൾ 5 മണിക്ക് മുമ്പുള്ള സമയം എന്ന് എഴുതിയേ പറ്റൂ. കാരണം അതിരാവിലെ ഇരുട്ടോടെ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള സമയമാണ്. ഒരു 5:05 6 മണിയോ സമയമൊക്കെ ആകുമ്പോഴത്തേനും വെളിച്ചം വരും, ഇരുട്ടുണ്ടാകുകയില്ല. അപ്പോൾ അതിന് നന്നേ ഇരുട്ടുള്ള സമയത്ത്, എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ വിശ്വാസപ്രകാരം ഒരു 4-4:30 ആയപ്പോൾ യേശു എഴുന്നേറ്റ് കാണും. എഴുന്നേറ്റിട്ട് തിരിഞ്ഞു കിടക്കുകയല്ലേ ഇത്, എഴുന്നേറ്റു പുറപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ടോ. അപ്പോൾ യേശു എഴുന്നേറ്റു പുറപ്പെട്ടു, നിർജ്ജന സ്ഥലത്ത് ചെന്നു, എല്ലാവരിൽ നിന്നും അകന്ന്, എല്ലാ ബന്ധങ്ങളിൽ നിന്നും മാറി, ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് പിതാവുമായി മാത്രം സംസാരിക്കാൻ, ആ ബന്ധത്തിൻ്റെ ദൃഢതയുടെ ഗൗരവം മനസ്സിലാക്കി മാറിയിരുന്ന് യേശു നമുക്ക് മാതൃക കാണിച്ചു. പ്രിയമുള്ളവരെ, അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒന്നാണ്. അതിനുണ്ടാകുന്ന റിസൾട്ട് എന്താണ്? ഞാൻ നോക്കിയേ, 2 കാര്യങ്ങൾ. 14-ാം അധ്യായം, മർക്കോസ് സുവിശേഷം തന്നെ 14-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ മറ്റൊരു പ്രാർത്ഥന, ഗെത്സമനയിലെ പ്രാർത്ഥന വളരെ പ്രാധാന്യവും ഗൗരവമുള്ള പ്രാർത്ഥനയാണ്. യേശു ക്രൂശിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ യേശുവിൻ്റെ പ്രാർത്ഥനയാണ് ഗെത്സമനയിലെ പ്രാർത്ഥന. അവിടെ എന്താ സംഭവിച്ചത്? 35-ാം വാക്യം, മർക്കോസ് 14:35. പിന്നെ അല്പം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു. ഗെത്സമന തോട്ടത്തിൽ യേശു എന്നിട്ട് നിലത്ത് വീണു. എന്നിട്ട് കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണം. ഒരു നാഴികയെ തരണം ചെയ്യാൻ വേണ്ടി യേശു എല്ലാ അർത്ഥത്തിലും പ്രിപ്പയർഡ് ആകുകയാണ്. അതിൻ്റെ ഭാരം, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? നിലത്ത് വീണ് കിടന്ന് യേശു പ്രാർത്ഥിച്ചു. സംഭവിച്ചത് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. ഇത് രണ്ടും ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച വാക്യവും മർക്കോസ് സുവിശേഷത്തിൽ വായിച്ച വാക്യം ഒറ്റ സ്ഥലത്ത് നടന്ന സംഭവമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ഗെത്സമന തോട്ടത്തിൽ ചെന്ന് നിലത്തു വീണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ തന്നെയാണ് യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ, കാണിച്ചു കൊടുക്കാൻ വേണ്ടി മഹാപുരോഹിതന്മാരും ചേവരും ഒക്കെ ആയിട്ട്, തീവട്ടിപ്പന്തങ്ങളും ഒക്കെ ആയിട്ട് അവർ ആ തോട്ടത്തിലേക്ക് നടന്നു വരികയാണ്. അവർ വന്ന് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? കർത്താവ് അങ്ങോട്ട് എന്ന് ചോദിച്ചു, നിങ്ങൾ ആരെയാ തിരയുന്നത്? നസ്രയനായ യേശുവിനെ. അത് ഞാനാകുന്നു. നോക്കി, ആ വാക്ക് കണ്ടോ, ഞാൻ തന്നെ എന്നവരോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും നിലത്തു വീണു. ഈ 2 ഭാഗങ്ങളെ ചിന്തിക്കുമ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തൊരു കാര്യം, യേശു അവരെ പിടിച്ച് തള്ളിയില്ല. അവിടെ യാതൊരുവിധ കായിക പ്രവൃത്തികളും യേശു ചെയ്തില്ല. യേശു ഒരു തരത്തിലും അവരെ മറ്റൊന്നും പറഞ്ഞ്, ഞാൻ തന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ഈ നസ്രായൻ എന്ന ആ വാക്കിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഈ വന്ന കക്ഷികളെല്ലാം നിലത്തു വീണു എന്ന് എഴുതിയിരിക്കുമ്പോൾ, ഞാൻ അതിൽ നിന്ന് എനിക്കൊരു ദൂത് നിങ്ങളോട് പറയാനുണ്ട്. നാം ആദ്യം ദൈവസന്നിധിയിൽ വീണാൽ നിന്റെ മുമ്പിൽ വിഷയങ്ങൾ വീഴും. നിന്റെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ,
നിന്റെ മുമ്പിൽ പ്രതിസന്ധിയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വലിയ സാഹചര്യങ്ങൾ അത് സമഭൂമിയായി മാറാൻ എതിരാളികളായി നിൽക്കുന്നവർ അവർ വീഴണമെങ്കിൽ, ഞാൻ ആരും വീഴ്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, പക്ഷേ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ, നമുക്ക് ആത്മീകത്തിൽ മുന്നോട്ട് പോയേ പറ്റൂ, നമുക്ക് ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോയേ പറ്റൂ. അതിന് തടസ്സമായി നിൽക്കുന്നത് വഴിമാറിത്തരണമെങ്കിൽ, വീഴണമെങ്കിൽ നാം ആദ്യം ദൈവസന്നിധിയിൽ വീണേ പറ്റൂ. വീഴുക എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ഗൗരവമായി ആ കാര്യത്തിൽ ഗൗരവം ഞാൻ മനസ്സിലാക്കുമ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ സംഭവത്തോട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി നിലത്ത് വീണ് കിടന്ന് പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കോളൊന്നും ചോദിക്കരുത്, തിരിച്ച് ചോദിക്കരുത്. പക്ഷേ അവിടുത്തെ ഒരു സംഭവത്തിൻ്റെ ഒരു വാക്കിൽ ഞാൻ കയറി പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, സംഭവിച്ചതിൻ്റെ ഗൗരവം നിങ്ങൾ അറിയണം. നിലത്തു വീണു ചിലരെ. സ്തോത്രം. എന്താ അവിടെ സംഭവിച്ചത്? ആ പ്രാർത്ഥനയിൽ കൂടി യേശുവിൽ സന്നിവേശിച്ച ശക്തിയുടെ മുമ്പിൽ ഈ അധികാരങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, ഈ തന്ത്രശാലികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ സംഭവിച്ചതെല്ലാം സംഭവിക്കണമെന്ന് ദൈവം മുൻനിർണയിച്ചതാണ് സംഭവിച്ചത്. അതാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിനകത്ത് 24-25 വാക്യങ്ങളിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ പറയുന്നത്, സംഭവിക്കണമെന്ന് മുൻ നിർണയിച്ച ആ നിർണയപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ യേശുവിൽ സംഭവിച്ചിട്ടുള്ളൂ. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അല്ലാണ്ട് യഹൂദ സാമ്രാജ്യത്തിൻ്റെ വിജയമൊന്നും അല്ല അവിടെ സംഭവം. അതുകൊണ്ടാണ് കർത്താവ് ധൈര്യമായിട്ട് ഈ പീലാത്തോസിനോട് പറഞ്ഞത്, മേളിൽ നിന്ന് നിനക്കൊരു അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. അനുവദിച്ച് ഒരുവൻ മുകളിലുള്ളത് കൊണ്ടാണ് നീ എൻ്റെ മുമ്പിൽ നിന്ന് വിധി പറയുന്നത്. എൻ്റെ രാജ്യം ഐഹികമല്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം, പ്രിയമുള്ളവരെ, ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് വഴിമാറി തരണം. ഒത്തിരി നാളുകളായി നമ്മളെ മുന്നോട്ട് വിടാതെ നമ്മളെ വല്ലാതെ പിടിച്ചു നിർത്തിയിരിക്കുന്ന വിഷയങ്ങളെ ഒന്ന് വീഴിക്കണമെങ്കിൽ, ഞാൻ ആ പദം തന്നെ, ആ വാക്ക് തന്നെ കടമെടുക്കുക, അതിനൊന്ന് വീഴിക്കണമെങ്കിൽ, വീഴിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഇതൊരു തടസ്സമാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നം, എന്താണ് അതിനെ ഈ സമയത്ത് മനസ്സിൽ കാണുക, പേപ്പറിൽ എഴുതി വെക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിനുവേണ്ടി വീഴാൻ തയ്യാറാകുക. ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടും, വഴിമാറുന്നത് കാണാം, തടസ്സങ്ങൾ വഴിമാറുന്നത് കാണാം. അങ്ങനെയാ ഭക്തന്മാർ. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കിയവൻ ഏറ്റവും വലിയ, ആ വാക്യത്തിൽ കാണുന്നത് പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരുവന്, ഫിലിപ്പിയ ലേഖനം 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, അവൻ സമാധാനത്തോടെ ഭൂമിയിൽ വസിക്കും. അതുകൊണ്ട് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം, പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുന്നവൻ അവൻ ആകുലപ്പെടുകയല്ല, അവൻ ആവലാതിപ്പെടുകയല്ല. അവൻ ചിലപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ നമ്മൾ വ്യാകുലപ്പെട്ടു പോയി കാണാം, പക്ഷേ ഗൗരവമായി നമുക്ക് പിന്നെയും ദൈവത്തിൻ്റെ കൃപയിലേക്ക് ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ വിഷയങ്ങൾ താനെ വഴിമാറുന്നത് നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ നമുക്കറിയാമല്ലോ, എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, ഹാമാൻ രാജാവുമായിട്ട് സഖ്യം ചേർന്ന് വളരെ തന്ത്രപരമായി ദൈവജനത്തിനെതിരെ നീങ്ങുകയാണ്. മൊർദെഖായിക്കെതിരെ ഭയങ്കരമായിരിക്കുന്ന കരുനീക്കങ്ങൾ നടക്കുകയാണ്. അങ്ങ് രഹസ്യമണ്ഡലത്തിൽ ഈ വിവരങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് കിട്ടിയപ്പോൾ നമുക്കറിയാം, 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ശൂഷൻ പട്ടണം കലങ്ങിപ്പോയെന്ന് എഴുതിയിരിക്കുന്നത്. ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി. രാജാവും ഹാമാനും കുടിപ്പാനും കഴിപ്പാനും ഒക്കെ ഇരുന്ന് അട്ടഹസിച്ച് ആഘോഷിക്കുമ്പോൾ അങ്ങേ തലയ്ക്കൊരു പട്ടണം കലങ്ങി നിൽക്കുകയാണ്. കലങ്ങിയാന്ന് പറഞ്ഞ എന്താ അർത്ഥം? മനം കലങ്ങിയവരായി, ഹൃദയം തകർന്നവരായി. കാരണം ഈ രേഖ, ഈ പ്രതിസന്ധി, അവരുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ട പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള ആശങ്കയിൽ മനം കലങ്ങിയവരായി നിൽക്കുന്നതാണ് എസ്തേറിന്റെ പുസ്തകം 3-15 കാണുന്നതെങ്കിൽ 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. നോക്കണേ, ഒരു സമയത്ത് ഒരു പട്ടണത്തെക്കുറിച്ച്, ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ കലങ്ങിയവരായി കണ്ടെങ്കിൽ അതേ പട്ടണത്തെക്കുറിച്ച് തന്നെ അതേ പുസ്തകത്തിൽ ചില അധ്യായങ്ങൾ മറിക്കുമ്പോൾ കാണുന്നത് ആ പട്ടണം ആർത്ത് അട്ടഹസിക്കുന്നത്, ആർത്ത് സന്തോഷിക്കുന്നതാണ്. ഇതിനിടയിൽ എന്താ സംഭവിച്ചത്? ഇതിനിടയിൽ നമുക്കറിയാം, 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലൊക്കെ വളരെ പ്രസിദ്ധമാണ്. മൊർദെഖായി എസ്തേറിനെ വിളിച്ചു പറയുന്നു, ഈ കാലത്ത്, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ. അപ്പൊ നോക്കിക്കേ, ചിലരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സജ്ജരാക്കി, ജനം ഒരുമിച്ച് തിന്നാതെ കുടിക്കാതെ ദൈവസന്നിധിയിൽ വീഴാൻ, നെടുമ്പാട് വീഴാൻ തയ്യാറായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കലങ്ങിപ്പോയെന്ന് വിചാരിച്ച ആ പട്ടണം, ഇതിനെ കലക്കിക്കളയാമെന്ന് വിചാരിച്ച ആ പട്ടണത്തെ, യഹൂദജനത്തെ മാത്രമല്ല വിഷയം, ഒരൊറ്റ
വ്യക്തിയുടെ പ്രശ്നമല്ല. അദ്ദേഹം, നമുക്കറിയാമല്ലോ, ചരിത്രമൊക്കെ വളരെ പരമ്പരാഗതമായി പരിചിതമായിരിക്കുന്ന വിഷയങ്ങളാണ്. പ്രസംഗവേദിയിലൊക്കെ എത്രയോ നാളുകളായി കേൾക്കുന്ന വിഷയങ്ങളാണ്. കാരണം ഇദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പെരുമാറ്റത്തിൽ, അവിടെ എഴുതിയിരിക്കുന്നു 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ എഴുതിയിട്ടുണ്ട്, പെരുമാറ്റം നിലനിൽക്കുമോ എന്നറിയാൻ വേണ്ടി ഈ ജനം മുഴുവൻ എന്ത് ചെയ്യാണ്? നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ മുഴുവരുടെ കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരിക്കുകയാണ്. കാരണം എന്തുവാ? ഹാമാനെ കുമ്പിടുന്നില്ല, നമസ്കരിക്കുന്നില്ല, വണങ്ങുന്നില്ല. അത് യഹൂദൻ്റെ ചിട്ടവട്ടങ്ങൾക്കും അവൻ ശീലിച്ചു വന്ന പ്രമാണങ്ങൾക്കും അവൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന പ്രമാണത്തിനുമൊക്കെ വിരുദ്ധമാണ്. അപ്പം അതുകൊണ്ട് അത് നിലനിർത്താൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടു. പക്ഷേ തീരുമാനത്തിൽ ഉറച്ചു നിന്ന ജനത്തിനെതിരായിട്ട് രേഖകൾ എഴുതിയുണ്ടാക്കി. തീരുമാനത്തിൽ ഉറച്ചു നിന്നവനെതിരായിട്ട് കഴുകുമരങ്ങൾ ഉയർന്നു. സംഭവിച്ചത് ഒറ്റ കാര്യം, അവിടെ മറ്റൊന്നും ചെയ്തില്ല, മറ്റൊരു റെക്കമെൻഡേഷനും അവിടെ ഇല്ല, മറ്റൊന്നിലേക്കും അവർ പോയില്ല. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ ഉപവസിക്കാൻ തുടങ്ങി, ദൈവം കാര്യാദികളെ തിരിക്കാൻ തുടങ്ങി. കലങ്ങിയതിനെ ആർപ്പിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഈ രാത്രിയിൽ ദൈവജനത്തിന് ആത്മാവിലൊരു ദൂത് കൈമാറുകയാണ്. ഇന്നലകളിൽ ചില വിഷയങ്ങൾ നിന്റെ കുടുംബത്തെ കലക്കിയെങ്കിൽ, ഇന്നലകളിൽ ചില വിഷയങ്ങൾ നിന്റെ തലമുറയുടെ ഭാവിയെ കലക്കിയെങ്കിൽ, ഇന്നലകളിലെ പ്രതിസന്ധികൾ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്തരീക്ഷം കലക്കിക്കളഞ്ഞെങ്കിൽ, എത്രയോ സന്തോഷമായിരുന്നു, എത്രയോ സമാധാനമായിരുന്നു, എത്രയോ അനുഗ്രഹപ്രദമായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി വന്നു കയറിയ ചില പ്രശ്നങ്ങൾ കുടുംബാന്തരീക്ഷത്തെ കലക്കിക്കളഞ്ഞു. അറിയാം, കലങ്ങി എന്ന വിഷയം തന്നെ വേദപുസ്തകത്തിനകത്ത് എടുത്ത് പഠിക്കാം. എൻ്റെ പഠന ഡയറിക്കകത്ത് ഞാൻ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് ഓരോ വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഉടക്കുമ്പോൾ കലങ്ങി എന്ന വിഷയം, കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോൾ, ഹൃദയം കലങ്ങും, മനം കലങ്ങിയവർ, അങ്ങനെയൊക്കെ കലങ്ങുന്ന അനുഭവങ്ങൾ, കുടുംബത്തിൻ്റെ അന്തരീക്ഷം, കലങ്ങിയ സാഹചര്യം, പലവിധ കലക്കങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ജീവിതത്തിൽ എത്രയോ അനുഗ്രഹപ്രദമായ ജീവിതാന്തരീക്ഷം പെട്ടെന്നായിരുന്നു വിഷയം കയറി വന്നത്. എന്ത് സംഭവിച്ചു? കലങ്ങിപ്പോയി. കലങ്ങി എന്ന് പറഞ്ഞ് ജീവിതം വലിച്ചെറിയല്ലേ ചെയ്തത്. മുമ്പേ പറഞ്ഞതുപോലെ വലിയ ഉന്നതന്മാർ ഉന്നതന്മാർ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കലക്കം വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ കലങ്ങിയതിനെ തെളിച്ചെടുക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പ്രാർത്ഥന എന്നുള്ളത്. ഞാൻ ആ ശക്തമായ ദൂത് നിങ്ങൾക്ക് കൈമാറാം. പ്രിയരെ, കലങ്ങി എന്ന് തോന്നിയാൽ നിരാശപ്പെടണ്ട. നിരാശ ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. കലങ്ങി എന്നോർത്ത് അവിടെ കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കും. ഇനി ഒരിക്കലും തെളിയത്തില്ല എന്ന് വിചാരിക്കരുത്. തെളിയാൻ പ്രാർത്ഥനയിൽ നമുക്ക് സമയം ചെലവഴിക്കാം. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ചില വിഷയങ്ങളെ ദൈവം മാറ്റിത്തരും, കലക്കങ്ങളെ ദൈവം മാറ്റും. ഫ്യൂഷൻ പട്ടണം കലങ്ങിപ്പോയതാണ്. ഈ ഹാമാൻ്റെ ഉദ്ദേശവും ഹാമാൻ്റെ പദ്ധതിയും നടമാടിയിരുന്നെങ്കിൽ, അത് നിവർത്തിയായിരുന്നെങ്കിൽ, ആ കലക്കം ഇന്നും നിലനിന്നേനെ. ആ കലക്കത്തിന് പിന്നെയും മുന്നോട്ട് സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഇടപെട്ടു. സ്വർഗത്തിലെ ദൈവം അവിടെ പ്രവർത്തിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കലക്കം മാറി, സന്തോഷം മടങ്ങി വന്നു. ഞാൻ ആത്മാവിൽ പറയാം, സന്തോഷം മടങ്ങി വരും. കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങൾ മാറും. കുടുംബജീവിതത്തിനകത്ത് സന്തോഷം മടങ്ങി വരും. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം മടങ്ങി വരും. സമാധാനം മടങ്ങി വരും. കലക്കം മാറും. ഒറ്റ കാര്യം, ഉത്തരവാദിത്വത്തോടെ പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പണ്ടൊരാൾ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. പാസ്റ്ററെ, എത്ര കാലമായി പ്രാർത്ഥിക്കുക എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു? അപ്പം അത് എന്നെ ഒന്ന് ചിന്തിപ്പിച്ചു. ഇത്രയും കാലമായിട്ട് മറുപടി വന്നില്ലേ? ഇല്ല. എനിക്കല്പം സ്വാധീനവും സ്വാതന്ത്ര്യമുള്ളൊരു കുടുംബമാണ്. ഞാൻ ഇവരെ രണ്ടുപേരെയും കൂടി, ഈ ഇതിനകത്ത് രണ്ട് കൂട്ടരെയും കൂടി വ്യക്തിപരമായി രണ്ടുപേരും സംസാരിച്ചു. അപ്പം എനിക്ക് ഈ രണ്ടുപേര് സംസാരിച്ചു. ഒരാളോടൊരു 1.5 മണിക്കൂർ സംസാരിച്ചു, മറ്റൊരാളോട് ഒരു 10-45 മിനിറ്റ് സംസാരിച്ചു. അപ്പം ഇത്രയും നേരം സംസാരിച്ചതുകൊണ്ട് എനിക്കൊരു കാര്യം ബോധ്യമായി, ദൈവം വിചാരിച്ച പോലെ കലക്കം മാറില്ല. കാരണം രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പം അങ്ങനെയും കൂടി ചില വിഷയങ്ങളുണ്ടേ. ഒരു കലക്കത്തിൻ്റെ പുറകിൽ നമ്മുടെ ഭാഗത്ത് വന്നിരിക്കുന്ന പരാജയങ്ങളോ നമ്മുടെ ഏതെങ്കിലും ഭാഗങ്ങളോ പിടിവാശിയോ ഒക്കെ ആണെങ്കിൽ അതങ്ങ് വിടാൻ തയ്യാറാണ്. എന്നിട്ട് പ്രാർത്ഥിക്കണം. ഇത് മുറുകെ പിടിച്ചുകൊണ്ടിരുന്നിട്ട് പ്രാർത്ഥിച്ചാൽ നടക്കില്ല. നമ്മുടെ ഭാഗം മാത്രം ജയിക്കണമെന്നല്ല. നമ്മുടെ പരാജയങ്ങൾ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹമായി മാറും. നമ്മളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്, നമ്മളൊന്ന് വിട്ടുകൊടുക്കുന്നത്
ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന്, അവരുടെ സമാധാന അന്തരീക്ഷത്തിന്, അവരുടെ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിന് അത് കാരണമായി മാറും. ചുമ്മാ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലായിടത്തും കയറി അത് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പരിഹാരങ്ങൾ നമ്മുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ അത് പരിഹരിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ആ പരിഹാരം കൊണ്ട് പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ബാക്കി ദൈവം ചെയ്യും. ഏലിയാവിൻ്റെ കാര്യത്ത് കർമ്മേലിൻ്റെ മുകളിൽ ആദ്യം ചെയ്തത് ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തിൻ്റെ ഓരോ കല്ലുകൾ, ഗോത്രസംഖ്യക്കൊത്തവണ്ണം ഓരോ കല്ലുകളും എടുത്തു വെച്ച് പെറുക്കി വെച്ച് ആദ്യം ഇടിവ് പരിഹരിച്ചു. എന്നിട്ട് ചെയ്യേണ്ട എല്ലാ പ്രവൃത്തിയും ചെയ്തു. എന്നിട്ടൊരൊറ്റ പ്രാർത്ഥന. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സമയം വേണ്ടെന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്. ഏലിയാവ് ഒത്തിരി നേരം ഒന്നും പ്രാർത്ഥിച്ചില്ല. ബാലിൻ്റെയും അശേരുടെയൊക്കെ പ്രവാചകന്മാരും അങ്ങേ തലക്കൽ നിൽക്കുന്ന ജനങ്ങളും ഒക്കെ രാവിലെ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. അവർ രാവിലെ തൊട്ട് മെനക്കെടുകയാണ്. പക്ഷെ ഏലിയാവിന് പ്രാർത്ഥനയ്ക്ക് സമയം കുറച്ച് മതിയായിരുന്നു, പക്ഷെ പ്രവൃത്തിക്ക് ഒത്തിരി സമയമെടുത്തു. അതാണ് ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത. പ്രാർത്ഥിക്കാൻ വളരെ കുറച്ച്. കർത്താവിൻ്റെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മീറ്റിങ്ങിൽ എപ്പോഴോ പറഞ്ഞൊരു കാര്യമാണ്. കർത്താവും ലാസറിൻ്റെ കല്ലറയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാൻ വളരെ കുറച്ച് സമയം എടുത്തോളൂ. പ്രാർത്ഥിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിതാവേ, അവിടെ നിൻ്റെ പ്രാർത്ഥന കേൾക്കാനായി അങ്ങേക്ക് മഹത്വം. ഇപ്പോഴും ഞാൻ എന്തപേക്ഷിച്ചാലും അങ്ങ് എനിക്ക് തരും എന്നെനിക്കറിയാം. എന്നാൽ ഈ നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടതിന് ലാസറെ പുറത്തു പോയി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്രവർത്തിക്കാണ് കൂടുതൽ സമയം വേണ്ടത്, അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. നമ്മൾ പ്രവർത്തിക്കേണ്ട മണ്ഡലങ്ങളിൽ നമ്മുടെ പ്രവൃത്തി നമ്മൾ ക്ലിയറാക്കിയാൽ, വഴി ക്ലിയറാക്കിയാൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമാകും. സമയം ഒത്തിരി ഒന്നും എടുക്കേണ്ടി വരത്തില്ല. ഞാനത് ഇടയ്ക്ക് കയറി വന്നൊരു നിയോഗം കൊണ്ട് പറഞ്ഞതാണ്. എവിടെയൊക്കെയോ വിട്ടുകൊടുക്കാൻ പറ്റാതെ, എവിടെയൊക്കെയോ പിടിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് അതൊരു ജയമല്ല, അത് ആത്യന്തികമായി നിങ്ങളുടെ കുടുംബത്തിൻ്റെ പരാജയമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അത് കുറേ സമയമെടുക്കും. അങ്ങനെ സമയമെടുത്ത് അത് മനസ്സിലാക്കി വരുമ്പോഴത്തേനും പിന്നെ നമുക്കൊരു തരത്തിലും പണിയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഇടിവുകൾ തകർന്നു പോയിരിക്കും. അത്രയൊന്നും പോകരുത്. നമുക്ക് ചിലതിനൊക്കെ വേണ്ടി, വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി, ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ കുടുംബകാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പറയും ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാം, വിട്ടുകൊടുക്കാൻ തയ്യാറാകാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നേർവഴിയിലേക്ക് വരാൻ തക്കവണ്ണം ഇടയായിത്തരും. ഒരു കാര്യം കൂടി പറഞ്ഞ് ചിന്തകളുടെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം അപ്പോസ്തലനെ പൗലോസിനെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, 8-ന്റെ 3-ാം വാക്യം, എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിപ്പിച്ചു പോകുന്നു. ഒരു കാലത്തെ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. യഹൂദ മാർഗത്തിൽ ഊറ്റം കൊണ്ട് തൻ്റെ പിതൃപാരമ്പര്യം സംബന്ധിച്ച് അത്യന്തം എരിവോടെ നടന്നൊരു മനുഷ്യനാണ്. യഹൂദ പാരമ്പര്യം എന്ന് പറയുന്നത് പൗലോസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അറിയാം. ജഡത്തിൽ പ്രശംസിപ്പാൻ ആർക്കെങ്കിലും വകയുണ്ടെങ്കിൽ എനിക്ക് അധികമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രശംസാ വാക്കുകൾ മുഴുവൻ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതി പറയുന്നുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. അതിൻ്റെ അർത്ഥം ഞാൻ യഥാർത്ഥമായ അബ്രഹാമ്യ വംശത്തിൽ തന്നെ പെട്ടവനാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ താൻ അവിടെ നിരത്തി പറയുന്നുണ്ട്. ബെന്യാമിൻ ഗോത്രക്കാർ, ഇസ്രായേൽ ജാതിക്കാരനാണ്, ന്യായപ്രമാണത്തിന് പരീശനാണ്, ശുഷ്കാന്തി സംബന്ധിച്ച് സഭ ഉപദ്രവിച്ചവനാണ്, ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച് അനിന്യനാണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നിരത്തുന്നയാളാണ്. അപ്പം ന്യായപ്രമാണം സംബന്ധിച്ച് യഹൂദ മാർഗത്തിൽ പൗലോസിന് ഭയങ്കരമായിരിക്കുന്ന എരിവുള്ള ആളായിരുന്നു. അപ്പം ആ മാർഗത്തിൽ നിന്ന് ജനം ക്രിസ്തുവിൻ്റെ വിശ്വാസ മാർഗത്തിലേക്ക് ചുവട് മാറുന്നത്, അഥവാ വിശ്വാസം സ്വീകരിച്ച് മാറിപ്പോകുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് ഭയങ്കരമായ സഹിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? വീടാന്തരം നടന്നു. വീട്, ആ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുമ്മാ വഴി നിൽക്കുന്നതിനെ എറിഞ്ഞു കൊല്ലുക മാത്രമല്ല അദ്ദേഹം ചെയ്ത കാര്യം. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചഴച്ചു. വീട് തോറും ചെന്ന് സ്ത്രീകളെയും പുരുഷന്മാരെയും ആക്രമിച്ച ഈ ശൗലിനു വേണ്ടി ദൈവത്തിൻ്റെ സഭ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിലെ പല സംഭവങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം അത്രമാത്രം ക്രൂരത്വം നിശ്വസിച്ചുകൊണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. തൻ്റെ നിശ്വാസത്തിനകത്ത്, ശ്വാസോച്ഛ്വാസത്തിനകത്ത്, പുറത്തേക്ക് പോകുന്ന നിശ്വാസത്തിനകത്ത് പോലും ക്രൂരത്വമാണ് പോകുന്നത്. അത്രമാത്രം ക്രൂരമായിരിക്കുന്ന മനോഭാവത്തോടെ ക്രൈസ്തവ സഭയ്ക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടയാളാണ്. സഭ പ്രാർത്ഥിച്ചു. മറുപടി എന്തായി? റിസൾട്ട് എന്തായെന്നറിയാമോ? 20-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം
അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായി വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്ന് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം നമ്മുടെ കർത്താവായ യേശുവിൽ വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു. നോക്കിയേ, ഒരു കാലത്ത് വീട് വീടാന്തരം കയറി നടന്ന് ഈ ജനത്തെ ഉപദ്രവിച്ച ഈ മനുഷ്യനെ കൊണ്ട് ദൈവം വീട് വീടാന്തരം കയറി നടന്ന് ഈ മാർഗമാണ് സത്യമെന്ന് പറയിപ്പിച്ചു. അതാണ് പ്രാർത്ഥനയുടെ റിസൾട്ട്. നമ്മൾ ചെറിയ കാര്യമായിട്ടൊന്നും അതിനെ കാണരുത്. ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ ആത്മനിയോഗത്തോടെ പറയാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ കാര്യങ്ങൾ തിരിയും. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ, ഗൗരവം കൊടുത്താൽ കാര്യങ്ങൾക്ക് മാറ്റം വരും, വിഷയങ്ങൾക്ക് പരിഹാരം വരും. ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി, ഏത് കലങ്ങിക്കിടക്കുന്ന അവസ്ഥയെയും പ്രാർത്ഥനയിൽ കൂടി മാറ്റിയെടുക്കാൻ കഴിയും. ഏതൊരു തകർന്ന അവസ്ഥയെയും പ്രാർത്ഥനയിൽ കൂടി പണിതെടുക്കാൻ കഴിയും. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ ഗത്സമനയിലെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. കർത്താവ് അവിടെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ശിഷ്യന്മാരെ, ഒരു കല്ലേറ് ദൂരം മാറിയിരിക്കുന്ന ശിഷ്യന്മാരെ ഇരുത്തിയിട്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ മാറിയത്. ആ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞതാണ്, എന്നോടുകൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അവിടെ പറയുന്നുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അപ്പം സംഭവിക്കാൻ പോകുന്ന പരീക്ഷയുടെ മുമ്പിൽ വരാൻ പോകുന്ന പരീക്ഷയെ മുൻകണ്ടുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പരീക്ഷയിൽ അകപ്പെടും, അത് ജയിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയിൽ കൂടി ചില വിഷയത്തിൽ നമുക്ക് പുറത്തു പോകാം. അകപ്പെടുക എന്ന് പറഞ്ഞാൽ പറയാമല്ലോ, കെണിയിൽ അകപ്പെട്ടു പോയി, കുഴിയിൽ അകപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളൊക്കെ ഈ ആനുകാലികമായ സംഭവങ്ങൾ നോക്കിയേ. കുഞ്ഞുങ്ങൾ അതിനകത്ത് അകപ്പെടരുത്, കെണിക്കകത്ത് അകപ്പെടരുത്, ഡ്രഗ് മാഫിയക്കകത്ത് അകപ്പെടരുത്, യാതൊരുവിധ റാഗിങ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കകത്ത് അകപ്പെടരുത്. ഒരു പ്രശ്നത്തിനകത്തും നമ്മുടെ തലമുറകൾ അകപ്പെട്ടു പോകരുത്. ഒരു വഞ്ചനക്കകത്തും അകപ്പെട്ടു പോകരുത്. ഒരു ചതിക്കുഴിക്കകത്തും അകപ്പെട്ടു പോകരുത്. അകപ്പെടാതിരിക്കണമെങ്കിൽ പുറകിൽ പ്രാർത്ഥിക്കാൻ ആൾ വേണം, പ്രാർത്ഥിക്കാൻ ആൾ വേണം. സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഗൗരവത്തോടെ അതിനെ കാണാൻ തക്കോണം നമ്മുടെ ആയിത്തരം. മറ്റൊരു കാര്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് പ്രാർത്ഥനയുടെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കാൻ വേണ്ടി. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഒരുങ്ങിയിട്ട് ആ ദിവസം പെട്ടെന്ന് കണി പോലെ വന്ന് ഭവിക്കാതിരിക്കാൻ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ഈ സംഭവിപ്പാൻ ഇരിക്കുന്നത് ഒഴിഞ്ഞു പോകേണ്ടതിനും. അപ്പോൾ കണ്ടോ, അവിടെയും പ്രാർത്ഥന റിസൾട്ടായി കർത്താവ് പറയുന്നത് സംഭവിക്കാനിരിക്കുന്നത് ഒഴിഞ്ഞു പോകേണ്ടതിന്. അപ്പോൾ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കയറി ബാധിക്കരുത്, നമ്മൾ അതിൽ പെട്ടുപോകരുത്, അത് ഒഴിഞ്ഞു പോകണം. അതിന് കർത്താവ് പറഞ്ഞ കാര്യമാണ് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിനെന്ന്. ആ വാക്കുകൾക്കൊക്കെ ഒരു ദൂരവ്യാപകമായിരിക്കുന്ന പ്രവചന നിവർത്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയും അതങ്ങനെ തന്നെ പറയുകയും ചെയ്യുന്നു. ഒരിക്കലും അത് ഒരു ആനുകാലിക സംഭവത്തെ ഫോക്കസ് ചെയ്തല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാല സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു വാക്ക്, ഒരു പ്രവചനത്തിന് ഒരു ദൂരവേയുള്ള നിവർത്തി ഉള്ളപ്പോൾ തന്നെ അനുദിന ജീവിതത്തിൻ്റെ ഒരു ദൂത് കൂടി ആ വാക്കുകൾക്കകത്തുണ്ട്. അതാണ് ഈ വേദപുസ്തക പാരായണത്തിൻ്റെയും പ്രസംഗത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഈ സംഭവിക്കാനിരിക്കുന്നത് ഒഴിഞ്ഞു പോകാൻ. 34-ാം സങ്കീർത്തനത്തിൽ 19-ാം വാക്യത്തിൽ വായിക്കുന്നില്ല, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, സംഖ്യാതീതമാണ്, പക്ഷേ യഹോവ അതിനെല്ലാം വിടുവിക്കുന്നു, എല്ലാറ്റിൽ നിന്നും യഹോവനെ വിടുവിക്കുന്നു. അപ്പോൾ അസംഖ്യമായ ചില പ്രതിസന്ധികളെ, അനർത്ഥങ്ങളെ, അകാരണമായ സംഭവങ്ങൾ വന്ന് നമ്മളെ വല്ലാതെ കുഴച്ചു കളയാതിരിക്കാൻ കർത്താവ് പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ചില സംഭവങ്ങൾ നമുക്കറിയാം, മുമ്പൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങൾ പല ക്രൈസ്തവ കുടുംബങ്ങളിലും കേൾക്കാൻ തുടങ്ങി. കാരണം എന്താ? മുമ്പൊക്കെ പ്രാർത്ഥിക്കാൻ മതിൽ പോലെ നിന്ന് പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരും മാതാക്കളും ഉണ്ടായിരുന്നു. അവരൊക്കെ ദൈവവിളി കേട്ട് വിശ്രമത്തിനായി തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയി. പിന്നെ വന്ന തലമുറകൾക്കൊന്നും പ്രാർത്ഥനയുടെ പ്രാധാന്യം, അവർക്ക് മൊബൈലിൽ നിന്ന് മുഖം നോക്കിയിട്ട് വേണം, ഇതൊന്ന് കണ്ണു മാറ്റിയിട്ട് വേണമല്ലോ പ്രാർത്ഥിക്കാൻ.
ഇതെല്ലാം കൂടി ഞാൻ പറയുമ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അതീ ഗൗരവമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ളതാണ്. നോക്കിയേ, മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ചന്ദ്രരോഗിയായിരിക്കുന്ന ഒരു മകനെയും കൊണ്ട് ഒരപ്പൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവരെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല, ആ വിഷയത്തിന് പരിഹാരം വരുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ ഈ അപ്പൻ ഈ മകനെയും കൂട്ടി യേശു തമ്പുരാൻ്റെ അടുക്കൽ വന്നു. കർത്താവ് ഒറ്റ വാക്കിൽ അവനിൽ വ്യാപരിച്ച ഭൂതാത്മാവിനെ ശാസിച്ചു, അവൻ സൗഖ്യമായി. അപ്പം ശിഷ്യന്മാർക്കൊരു സംശയം വന്നു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അത് കഴിഞ്ഞില്ല, ഞങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് അത് പറ്റിയില്ല. ഞങ്ങൾ ഈ കർത്താവ് പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞു നോക്കി, പറച്ചിലൊക്കെ കറക്റ്റായിരുന്നു, സംഭവം റിസൾട്ട് ഉണ്ടായില്ല. എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമാണ് അത് സംഭവിക്കാതിരുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങുകയില്ല. അപ്പോൾ പ്രാർത്ഥന ചിലതിനെ നീക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ 3 കാര്യങ്ങൾ പ്രാർത്ഥനയുടെ റിസൾട്ടായി ഞാൻ കൺക്ലൂഷൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ചിലതിനകത്ത് അകപ്പെടാതിരിക്കണമെങ്കിൽ അതിന് മുമ്പേ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അകപ്പെട്ടിട്ട് നമ്മൾ കൈയും കാലൂട്ട് അടിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അകപ്പെടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ. സംഭവിക്കാനിരിക്കുന്ന ചിലത് ഒഴിഞ്ഞു പോകണമെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ അധികം സമയം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. ചിലത് നീങ്ങിപ്പോകണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുമ്പിൽ നിൽക്കുന്ന ചിലത് വഴിമാറിത്തരണമെങ്കിൽ, ചിലത് നീങ്ങിപ്പോകണമെങ്കിൽ നമ്മൾ അധികം പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചേ മതിയാകത്തുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രാർത്ഥന ഗൗരവമുള്ളതാണ്. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ സാധാരണ പറയാറുള്ളതുപോലെ പക്ഷിക്ക് 2 ചിറകുകൾ, പറന്ന് അനന്തതയുടെ വിഹായസിലേക്ക് ഉയരുവാൻ എത്രമാത്രം അതിന് സഹായമാണോ അത്രയും സഹായമാണ് ചില വിഷയങ്ങളിൽ നിന്ന് പറന്നു പൊങ്ങിപ്പോകാൻ. വിഷയങ്ങൾ താഴെ കിടക്കും, നീ അതിൻ്റെ മുകളിൽ കൂടെ പറന്നു പോകും. അതിന് പ്രാർത്ഥന അനിവാര്യമാണ്. അതുകൊണ്ട് മറ്റു പലതിനെയും നമുക്ക് ചുരുക്കാൻ പറ്റുന്ന പലതുമുണ്ട്. ചുമ്മാ ഒന്ന് ഫോൺ ചെയ്യുന്നത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ അൺലിമിറ്റഡ് ആണല്ലോ എല്ലാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? സംസാരം അൺലിമിറ്റഡായി. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ അങ്ങ് സംസാരിച്ച് 10-45 മിനിറ്റൊക്കെ സംസാരിക്കുന്നത്. അതൊരു 15 മിനിറ്റ് ആക്കി അത്യാവശ്യ കാര്യം മാത്രം പറഞ്ഞ് അരമണിക്കൂർ അവിടെ തന്നെ സേവ് ചെയ്യാമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ നോക്കിയാൽ, മുമ്പേ ഡയറ്റീഷ്യൻ പറഞ്ഞതുപോലെ, അങ്ങനെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട് സേവ് ചെയ്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് പ്രാർത്ഥന ഗൗരവമുള്ളതാണ്, പ്രാർത്ഥന പ്രാധാന്യമുള്ളതാണ്, പ്രാർത്ഥന ജീവിതത്തിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഈ മാസം ഇത്ര ഗൗരവത്തോടെ ഇതിനെ കണ്ടതിൻ്റെ കാരണം ആനുകാലിക സംഭവങ്ങൾ നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്നു. ഇതിൽ നിന്ന് നമുക്കൊരു തടയിടണമെങ്കിൽ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ കഴിയുള്ളൂ. അതെ, പ്രാർത്ഥന പ്രാധാന്യമുള്ളതായി കാണുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.